ഇപ്പം ഇങ്ങക്കും എനിക്കും 1000 റിയാൽ ശമ്പളം കിട്ടണം. ഒരുമിച്ചിട്ടുള്ള പണി, പൊരുത്തമുള്ള പണി, എന്തോ ഒരു റാഹത്തേനപ്പ, വല്ലാത്ത സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങളുടെ പണി കൂടി മുക്കാലും ഞാനെടുത്തിരുപ്പാ. നിങ്ങളിവിടെ പണിയെടുക്കണ കണ്ടിട്ടുണ്ട്, എന്തോ ഒരു ഇടങ്ങാറുണ്ട്. എവിടെ പോയി അന്വേഷിച്ചാലും 400 റിയാൽ 500 റിയാൽ ഒക്കെ ശമ്പളം പറയുന്നു. എന്നാണ് ഇതൊക്കെ ഒന്ന് ശരിയാകുമ്പോൾ? കടങ്ങളൊക്കെ ഒരുപാടുള്ളതല്ലേ നമുക്ക് വീട്ടണ്ടേ. 2004 പിന്നെ മലപ്പുറം മാസ് കോളേജിൽ സെൻറ്റ് ഓഫിൻ്റെ അന്നൊരു പ്രസംഗം ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, അതായത് എല്ലാവർക്കും അറിയുന്നൊരു സ്റ്റോറിയാണ്. കപ്പൽ യാത്രക്കിടയിൽ ഒരു മലയാളിയെ പിടിച്ച് ഒരു അറബി കടലിലേക്ക് തള്ളിയിട്ടു. നമ്മളെ നാട്ടിൽ കൂടുതലാണെന്ന് പറഞ്ഞ ആ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു, വിദേശത്തേക്ക് പോകാമെന്നുള്ള സ്വപ്നം വെച്ച് ആരും പഠിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഉന്നതിയിലെത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പഠിക്കണത് നമ്മൾ നാടിന് തന്നെ എന്തെങ്കിലും സേവനം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരീക്ഷ എടുത്തു. പരീക്ഷയ്ക്ക് സാധാരണ ജയിക്കുന്ന പോലെ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങി ഞാനും ജയിച്ചു. കാരണം എൻ്റെ ഉള്ളിലും സ്വപ്നം സൗദി അല്ലെങ്കിൽ ഗൾഫ്, ദുബായ് പോലത്തെ ഗൾഫ് രാജ്യത്തേക്ക് കയറി പോരുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ ഞാൻ അന്ന് കൈയടക്ക് വാങ്ങിയ ഞാൻ എൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം വിദേശത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു. വല്ല സൂപ്പർ മാർക്കറ്റിലും പണിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു, വിദേശം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഏതായാലും എൻ്റെ സ്വപ്നം ഒരുപാട് കാലത്തിന് ശേഷം, അതായത് കാത്തിരുന്ന് ആ ഒരു സ്വപ്നം അവസാനം വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സിസ്റ്റം ക്ലിയർ ആയിട്ടല്ല, അതായത് ഒരു വർക്കിംഗ് പെർമിറ്റിലല്ല വന്നത്, അല്ലാത്ത രൂപത്തിലാണ് ഞാൻ വന്ന് ആദ്യം തന്നെ ജിദ്ദ എയർപോർട്ടിൽ വർഷങ്ങളോളം കണ്ട ആ സ്വപ്നം എയർപോർട്ടിൽ ഇറങ്ങുന്നതോട് കൂടിയിട്ട് തന്നെ അത് നിന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വന്നിറങ്ങിയ മരുഭൂമി, നമ്മൾ നാട്ടിൽ നിന്ന് കണ്ട ആ ഒരു രൂപമല്ല അപ്പോൾ കണ്ടത്. ആ മരുഭൂമിയിൽ വിമാനം വന്നിറങ്ങി ബസ്സിലേക്ക് കയറി പോകുന്നതിനിടയിൽ ആ വിമാനത്തിൻ്റെ പങ്കയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ചൂട് കാറ്റും അതിന് ശേഷം ഉണ്ടാകുന്ന അതിനേക്കാൾ ചൂടും, മൊത്തത്തിൽ എന്തോ ഒരു ഫീലിംഗ് വന്ന് അപ്പം തന്നെ തിരിച്ചു പോയാലോ എന്നൊരു തോന്നൽ. പക്ഷെ പ്രായമായപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കച്ചവടങ്ങളെല്ലാം ഒഴിവാക്കി ഇവിടെ വന്ന് ജോലി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാൻ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചയക്കാമെന്നുള്ള ഒരു നിയ്യത്തുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉപ്പാൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ 2 സുഹൃത്തുക്കളെ ഇങ്ങനെ കൊണ്ടുപോയി വണ്ടിയിൽ. അവിടെ എത്തി. അപ്പോൾ ഫുള്ള് മലകൾ മാത്രം, അവിടെ ഇവിടെ ആയിട്ടൊക്കെ വീടുകളായത്. ആ മലൻ്റെ മുകളിൽ, ഓരോ മലൻ്റെ മുകളിലും കൊട്ടാരം സമാനമായ നല്ല രസമുള്ള വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ദൂരം നിന്ന് ഇങ്ങനെ കാണാം, മലൻ്റെ മുകളിൽ കാണാം. അതൊക്കെ ഇസ്തിറാഹ എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസുകളാണ്, ഓരോ സൗദികളെ ഗസ്റ്റ് ഹൗസുകളാണ്. അപ്പോൾ അതിൽ 1 2 ഹാരിസുമാർ ഉണ്ടാവും. അത് ഇന്ത്യക്കാർ, ബംഗാളികൾ ഒക്കെ ആയിട്ടുള്ള, പാകിസ്ഥാനികളൊക്കെ ആയിട്ടുള്ള, യമനികൾ ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് എൻ്റെ വാപ്പാക്കും പണി. അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്ന്, അപ്പോൾ പാപ്പാനെ ആദ്യം കണ്ട ആ ഒരു രൂപവും, അതായത് ആദ്യം നാട്ടിൽ നിന്ന് പോരുമ്പോഴുള്ള രൂപവും പിന്നെ ഇവിടുന്ന് ചെന്ന രൂപവും, അതൊക്കെ കണ്ടപ്പോൾ തന്നെ സൗദി അറേബ്യൻ്റെ കംപ്ലീറ്റ് പ്രതീക്ഷയും എനിക്ക് പോയിരുന്നു. എങ്കിലും ദിവസങ്ങൾ തള്ളി നീക്കി ഒരു പണിയിലൊക്കെ കയറി. ഞാനെൻ്റെ ഇപ്പോഴും കൂടുതൽ സംസാരിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, കടാപ്പുറം നിപ്പാൻ്റെ ഭാഷയിൽ പറയും, മജ്ലിസ് എന്ന്, അറബികൾ മജ്ലിസ് ഇരിക്കുന്ന സ്ഥലമാണ്. അവർ പുറത്ത്, അതായത് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, മന്തി, അൽഫാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നല്ലൊരു ഏരിയയാണ്, നല്ലൊരു സുഖമാണ്. കാരണം മൊത്തത്തിൽ വൈകുന്നേര സമയത്ത് അവിടെ ഇരിക്കുകയാണെങ്കിൽ ജിദ്ദൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ കാണും ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല കാറ്റും ഒക്കെ ആസ്വദിച്ചിരിക്കാം. ചില സമയത്ത് നല്ല കൊതുകുകളൊക്കെ ഉണ്ടാവലുണ്ട്. കാരണം ഈ പുല്ലിൽ ഇവിടുത്തെ വേസ്റ്റ് വെള്ളമാണല്ലോ അടിക്കൽ, ഫിൽറ്റർ ചെയ്ത് വരുന്ന വേസ്റ്റ് വാട്ടറുകളാണ് അടിക്കൽ. അപ്പോൾ അതുകൊണ്ടുണ്ടാണ് കൂടുതൽ കൊതുകുകൾ കാര്യങ്ങൾ, അത് വേറെ. പക്ഷേ എന്തായിക്കോട്ടെ, നല്ലൊരു രസമാണ് അവിടുത്തെ ആംബിയർ ആയിരിക്കാനുള്ള ആ ഒരു സുഖം, അത് വേറൊരു സുഖമുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാപ്പ ഇങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും കാണാറുണ്ട് പോകാൻ പോകുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറി ഒരു 2 മലകൾക്ക് അപ്പുറത്താണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ അവിടെ ജോലി അന്വേഷിക്കുക അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി ജോലി അന്വേഷിക്കാമെന്ന നിലയ്ക്ക് 2007 റമദാൻ മാസമാണ്. ഏകദേശം 7ാമത്തോ 8ാമത്തോ നോമ്പാണ്. അങ്ങനെ നോമ്പ് തുറന്ന് ഞാനുപ്പയും കൂടി നോമ്പ് തുറന്ന് 7:30 8 മണിൻ്റെ ആ സമയത്ത് ഇവിടുന്ന് നടന്ന് ഒന്നൊന്നുമില്ല, മലകൾ കയറി ഇങ്ങനെ ഇറങ്ങിയിട്ട്
പിന്നെ ഞാൻ എൻ്റെ ഒപ്പം ഇങ്ങനെ നടന്ന് ഏകദേശം 11 മണി കഴിഞ്ഞേക്കണം. പിന്നെ 11-11:30 വരെ ആയിക്കണം. അപ്പോൾ 2 മലകൾ ഞങ്ങൾ കണക്കൂട്ടിയിട്ട് മണിക്കൂർ ഏറിപ്പോയാൽ 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ നടന്നു നോക്കുമ്പോൾ ഒരുപാട് ദൂരം. കാരണം ചില മലകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകണം, ചിലത് ക്രോസ് ചെയ്ത് കയറി പോകണം, ചിലത് ചെരിഞ്ഞ് സൈഡിലൂടെ പോകണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. ഏതായാലും അവിടെ എത്തിയപ്പോൾ ഇതിന് 11:30, ഏകദേശം 11:30-12 മണി ആ സമയം എടുത്തത്. അങ്ങനെ അവിടെ ചെന്ന് ഗേറ്റിങ്ങിലെത്തി. അപ്പോൾ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിന്നെ നിങ്ങൾ ID പ്രൂഫ് വേണം, ജോബ് വേക്കൻസിക്കാണ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനാണ് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രശ്നമില്ല ഉണ്ടാവും, പക്ഷേ ID പ്രൂഫ് വേണം, കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വരാമെന്നാണ്. ഒരു പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഓർമ്മയില്ല ശരിക്കും, അന്നൊന്നും ആളെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അപ്പോൾ പറഞ്ഞ ID പ്രൂഫ് ഇല്ല, പിന്നെ നമ്മൾ വർക്കിംഗ് പെർമിറ്റിലല്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് സോറി, അങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടൂല, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരലുണ്ട്, ജോലി കിട്ടാറില്ല, അപ്പോൾ അകത്തേക്ക് തന്നെ പ്രവേശനമല്ല, അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊന്ന് സംസാരിച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞു നോക്കി. അറിയുന്ന ഹിന്ദിയൊക്കെ വെച്ച് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് അറബിയും അറിയാം, എല്ലാം കൂടി വെച്ച് പറഞ്ഞ് നോക്കി. അയാൾ അവസാനം ഫോൺ വിളിച്ചു, ഇങ്ങനെ പിന്നെ ID ഇല്ലാത്ത ആളാണ്, വർക്കിംഗ് പെർമിറ്റിലല്ലാത്ത ആളാണ്, പിന്നെ അകത്തേക്ക് വിടണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു വേണ്ട, അങ്ങനെ തിരിച്ച് നടന്നു. ചാൻസ് ഇല്ല. പിന്നെ തിരിച്ച് നടന്ന് പിന്നെ ഏകദേശം 2 മണി 2:30 ആയപ്പോഴത്തേന് റൂമിലെത്തി. 2:30-3 മണിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ട് പിന്നെ അത്താഴമൊക്കെ കഴിച്ച് ആ പ്രതീക്ഷയും പോയി. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 3D വരയ്ക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് പിന്നെ നമ്മളൊരു സംഭവം കൂടി, അതായത് പഴയ ഓർമ്മ, ഇത് ഈ ഒരു ഡിസൈന് അതായത് പഴയൊരു ഓർമ്മ വന്നപ്പോൾ വരച്ച ഒരു ഡിസൈനാണ്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു അനുഭവം സൗദിയിലേക്ക് വന്നതും പിന്നെ ഇവിടെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രവാസികൾക്ക് എല്ലാവർക്കും പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആലോചിക്കുമ്പോൾ ഒക്കെ അൽഹംദുലില്ലാഹ് ഇന്ന് പടച്ച റബ്ബ് നമ്മളെ എല്ലാ നിലക്കും ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാം.